ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതി സുസുക്കി ബ്രസയുടെ ഏറ്റവും പുതിയ 2026 ഫേസ് ലിഫ്റ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ആൻഡ് ഈ ഒരു 2026 ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ കാര്യമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ മാരുതി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഈ ഒരു വാഹനത്തിന് എത്രമാത്രം കരുത്ത് നൽകുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഓടിക്കാൻ എന്നുള്ള കാര്യങ്ങളാണ്. സോ വെൽക്കം ബാക്ക് ടു ടർബോ ഡ്രൈവ്. ചാറ്റ് GPT 2026 ബ്രസയുടെ ഒരു ഫോട്ടോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എങ്ങനെയാണോ ചാറ്റ് GPT ഒരു റിസൾട്ട് തരുന്നത്, ആ ഒരു സെയിം റിസൾട്ടാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രീവിയസ് വേർഷൻ, അതായത് ഇതിന് മുന്നേ ഉള്ള പ്രീ ഫേസ് ലിഫ്റ്റ് വേർഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചാറ്റ് GPT എങ്ങനെ ഒരു ഔട്ട്പുട്ട് തരുന്നത് അതുപോലൊക്കെ ഒരു ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് മാരുതി. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു റെഡ് എലമെന്റ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നതും സൈഡിൽ കൊടുത്തിരിക്കുന്നതും ഒക്കെ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതല്ല എങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു എലമെന്റ്, ഒരു ബ്ലാക്ക് എലമെന്റിന്റെ ഒരു ഇൻസെർട്ടാണ് ഈ ഒരു വാഹനത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ആൻഡ് നമുക്കൊരു പുതിയ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇത് നമ്മൾ വിക്ടോറിയസിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഫോഗ് ലാമ്പിന്റെ ഒരു യൂണിറ്റ് ആണ്. ആൻഡ് ഇവിടെ ഒരു എയർ ഇൻടേക്കിന്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനത്തെ ഡിസൈനാണ് ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് വന്ന സമയത്ത് വ്യത്യാസം എന്ന് പറയാനായിട്ട് ഉള്ള കാര്യം. ആൻഡ് നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. അത് പുതിയൊരു ഫേസ് ലിഫ്റ്റിന്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ഇവിടെ നമുക്ക് എഡാസിന്റെ ഭാഗമായിട്ടുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഡമ്മി യൂണിറ്റ് ആണ്. മേ ബി അടുത്ത ഒരു ജനറേഷൻ ചേഞ്ചിൽ ഇതിനകത്ത് എഡാസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വാർണിംഗ്, റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, സേഫ് എക്സിറ്റ് വാർണിംഗ് ഇങ്ങനെയുള്ള ടെക് സാവി പായ്ക്കും ഏറ്റവും പുതിയ ബ്രസയുടെ ഭാഗമാണ്. ആൻഡ് ടർബോയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു റെഡ് എലമെന്റ് കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീൽ അല്ലെങ്കിൽ സ്പോർട്ടി ക്യാരക്ടർ ആഡ് ഓൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു വലിയ എലമെന്റിലാണ് ഈ ഒരു റെഡ് എലമെന്റ് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ബമ്പറിന്റെ ഭാഗത്തായിട്ടും ആ ഒരു റെഡ് എലമെന്റ് കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. പുതിയൊരു അലോയ് വീൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. വീലിൻ്റെ സൈസ് റിമെയിൻസ് സെയിം തന്നെയാണ്. 16 ഇഞ്ച് വലുപ്പമുള്ള അലോയ് വീൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു റെഡ് എലമെന്റ് കാണാനായിട്ട് സാധിക്കും. ടർബോ ആയതുകൊണ്ടുള്ള ഒരു ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് സൈഡ് ക്ലാഡിങ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു റെഡ് എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ബൈക്കിലെ ക്ലാഡിങ്ങിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡോർ തുറക്കുന്ന സമയത്ത് ഇതും ആ ഒരു ഡോറിനോട് കൂടി ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു റെഡ് എലമെന്റ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. അത് പ്രീവിയസ് വെർഷനിൽ ഉണ്ടായിരുന്നു. കൂടാതെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ്റെ വാർണിംഗും ഈ ഒരു മിററിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളാണ് സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും ഏറ്റവും പുതിയ ബ്രസയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു റെഡ് എലമെൻ്റ് ആണ്. അത് ടർബോ എഞ്ചിനിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ആൻഡ് ടർബോയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് ലഭിക്കുന്നില്ല. പക്ഷേ ഫ്രോങ്സിൽ നമുക്ക് ഓട്ടോമാറ്റിക് ലഭിക്കുന്നുണ്ടായിരുന്നു. 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആദ്യമായിട്ടാണ്, മാനുവൽ ട്രാൻസ്മിഷൻ ആദ്യമായിട്ടാണ് മാരുതിയുടെ ലൈനപ്പിൽ നമുക്ക് കാണാനായിട്ട് പോകുന്നത്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന, ഡിഫോഗർ, വൈപ്പർ വാഷർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബൂട്ട് സ്പേസ് റിമെയിൻസ് സെയിം തന്നെയാണ്. കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. സോ ഇനി ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റീരിയറിൽ എന്തൊക്കെയാണ് പുതിയ മാറ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ പുതിയൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സെയിം സിസ്റ്റവും ഈ ഒരു പാനലും നമ്മൾ വിക്ടോറിയസിൽ കണ്ടിട്ടുള്ള ഒരു സെയിം യൂണിറ്റാണ് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന പുതിയ ബെലേനോ മറ്റുള്ള മോഡൽസിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഫ്രോങ്സിൻ്റെ ഫേസ് ലിഫ്റ്റ് പോലുള്ള വാഹനങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്ന ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സ്റ്റിയറിംഗ് റിമെയിൻസ് സെയിം തന്നെയാണ്. പഴയ ആ ഒരു വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള പുതിയൊരു OS ആണ് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വാർണിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട്, സേഫ് എക്സിറ്റ് വാർണിംഗ്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, TPMS ഇങ്ങനെയുള്ള പുതിയ ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. ആൻഡ് പുതിയൊരു AC പാനലിൻ്റെ കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഒരു കോഫി ബ്രൗൺ എലമെന്റ് കാണാനായിട്ട് സാധിക്കുന്നു. ആൻഡ് സീറ്റിന്റെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. സീറ്റുകൾ വെന്റിലേറ്റഡ് ആയിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്ന ഒരു കോഫി ബ്രൗണിന്റെ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് 64 കളർ ആംബിയൻ ലൈറ്റിങ്ങും ഈ ഒരു ബ്രസയുടെ ഇന്റീരിയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. സിംഗിൾ പെയിൻ സൺറൂഫാണ് വരുന്നത്. ഓട്ടോ IRBM പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. കൂടാതെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയും ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഒക്കെ ബട്ടണും ഈ ഒരു സൈഡിൽ തന്നെയാണ് വരുന്നത്. സോ കാര്യമായിട്ടുള്ള വലിയ റീവർക്സുകളൊന്നും തന്നെ ഇന്റീരിയറിൽ നടത്തിയിട്ടില്ല. കുറച്ചധികം ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിന് റിയറിലേക്ക് വരുന്ന സമയത്ത് 3 പേർക്ക് വളരെ കംഫർട്ടബിളി ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വലിപ്പമുള്ള സീറ്റ്സ്, നടുവിൽ ആംറസ്റ്റ്, ബൈക്കിലേക്ക് AC വെൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് സ്ലൈഡബിൾ ആയിട്ടുള്ള ഒരു ആംറസ്റ്റും ഈ ഒരു പുതിയ ബ്രസയിൽ കാണാനായിട്ട് സാധിക്കുന്നു. മാരുതിയിൽ ഇതുവരെ കാണാത്ത
6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ ഒരു ഏറ്റവും പുതിയ ബ്രസയുടെ അപ്ഡേറ്റിലൂടെ ലഭിക്കുന്നത്. അത് ടർബോയിൽ മാത്രമല്ല നോൺ ടർബോയിലും ഈവൻ CNG വേർഷനിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് മാരുതിയിൽ നിന്ന് ഒരു കോളർ ഷിഫ്റ്റ് റിവേഴ്സ് ഗിയർ ഉള്ള ഒരു മോഡൽ നമ്മൾ ലഭിക്കുന്നത്. ബിക്കോസ് 6 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷനാണ് വരുന്നത്. പക്ഷേ നല്ല പഞ്ചായിട്ടുള്ള എഞ്ചിനാണ് ഈ ഒരു ടർബോ എന്ന് പറയുന്നത്. സോ K15C സീരീസിൽ പെടുന്ന 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനിലും ഈ ഒരു ഗിയർ ട്രാൻസ്മിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒരു ഫൺ ടു ഡ്രൈവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ മാരുതി ഓഫർ ചെയ്യുന്നത്. ഈവൻ ടർബോയിൽ പോലും 20-ന് മുകളിൽ മൈലേജ് മാരുതി ക്ലെയിം ചെയ്യുന്നുണ്ട്. നോൺ ടർബോയിലേക്ക് വരുന്ന സമയത്ത് 22 കിലോമീറ്ററിനടുത്ത് മൈലേജ്, CNGയിലേക്ക് വരുന്ന സമയത്ത് 26 കിലോമീറ്റർ മൈലേജ് മാരുതി ക്ലെയിം ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഫ്യൂവൽ എഫിഷ്യൻസി, ഫ്യൂവൽ എക്കോണമി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് കുറച്ചുകൂടി ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ക്യാരക്ടർ കൊടുക്കാനായിട്ട് മാരുതി ശ്രമിച്ചിട്ടുണ്ട്. അതിന് മാരുതിക്ക് ഒരു തംസപ്പ് തന്നെ കൊടുക്കണം. ആൻഡ് CNGയിലേക്ക് വരുന്ന സമയത്ത് അണ്ടർ ബോഡി CNG പോലുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സ്പേസ് കുറച്ചുകൂടി മാക്സിമം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. റീസെന്റ് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൂടി കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഒരു യങ് ഓഡിയൻസിനെ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടർബോ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. 1 ലിറ്റർ ടർബോ ആണ്, 3 സിലിണ്ടറാണ്. 110 bhp പവറും 170 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോൺ ടർബോ അപേക്ഷിച്ച് നോക്കുമ്പോൾ 40 ന്യൂട്രൺ മീറ്ററിന്റെ അഡീഷനും 8 bhp ഓളം കൂടുതലാണ് ഈ ഒരു ടർബോയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. ഫ്രോങ്സിൽ കണ്ടിട്ടുള്ള ഒരു സെയിം 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലും കാണാനായിട്ട് സാധിക്കുന്നതെങ്കിൽ പോലും ഫ്രോങ്സിനേക്കാളും കുറച്ചുകൂടി ഒരു പവർ ട്യൂണിങ് ഈ ഒരു വാഹനത്തിലേക്ക് മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് ഫ്രോങ്സിനേക്കാളും കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ള വാഹനമാണ്. വെയിറ്റ് റേഷ്യോ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി പവർ ടോർക്ക് ഫിഗേഴ്സ് ട്യൂൺ ചെയ്യാതെ ഈ ഒരു വാഹനത്തിന് ആ ഒരു പെർഫോമൻസ് ഒരിക്കലും കിട്ടില്ല. സോ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ചവിട്ടി പൊളിച്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ബ്രസ എന്ന് പറയുന്നത്. ഈവൻ ലോവർ ഗിയറിൽ സിറ്റിയിൽ പോകുന്ന സമയത്താണെങ്കിൽ ഗിയർ നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു 20-25 സ്പീഡിൽ പോയാലും നിങ്ങൾക്ക് ഒരു 4th ഗിയറിൽ ക്രൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും എക്സൈറ്റിംഗ് ഒരു കാര്യം 7.40 lakhs ഈ ഒരു വാഹനത്തിന് മാരുതി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതൊരു ഇൻട്രോഡക്ടറി ഓഫറായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു കുറച്ച് ബുക്കിംഗ്സിന് ശേഷം ഒരു പ്രൈസ് ഹൈക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും മാരുതി വാഹനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ടർബോ എന്ന് വരും. സോ ഫൈനലി ആ ഒരു ടർബോ കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ടർബോ തന്നെ ഇനിയിപ്പോൾ സ്വിഫ്റ്റിലും അതുപോലെ തന്നെ മറ്റുള്ള ചില മോഡൽസിലൊക്കെ കാണാനായിട്ട് സാധിക്കും. സെക്കൻഡ് ഗിയറിലാണ് ഇപ്പോൾ ഞാൻ. 5000, 6000, 7000 റൺ ലൈൻ. സോ തേർഡ് ഗിയർ. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സെഗ്മെന്റിൽ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ബിക്കോസ് ദിസ് ഈസ് ആസ് ഗുഡ് ആസ് എക്സൈറ്റിംഗ് വാഹനമാണ്. നല്ല ഒരു ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഏറ്റവും പുതിയ മാരുതി സുസുക്കി ബ്രസ. ഒരുപക്ഷെ ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ മറ്റുള്ള ജർമ്മൻ എഞ്ചിനീയർഡ് വാഹനങ്ങളൊക്കെ ഈ ഒരു സെഗ്മെന്റിലുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് തോന്നാം. പക്ഷേ റിലയബിലിറ്റി അനദർ ഫാക്ടറാണ്. എത്ര അബ്യൂസ് ചെയ്യിപ്പിച്ചാലും യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത പ്രൂവൺ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ബിക്കോസ് ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഫ്രോങ്സിലാണ്. ഫ്രോങ്സ് 1 ലിറ്റർ ടർബോ. സോ അതിൽ ഇതുവരെ കംപ്ലയിൻസ് ഒന്നും തന്നെ നമ്മൾ അധികം കേട്ടിട്ടില്ല. സോ അത്ര പ്രൂവൺ ആയിട്ടുള്ള, അത്ര കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു ബ്രസയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ വൺ ഓഫ് ദി ബെസ്റ്റ് റിലയബിൾ ടർബോ പെട്രോൾ എഞ്ചിൻ ഇൻ ദ സെഗ്മെന്റ്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ടർബോ പെട്രോൾ എഞ്ചിൻ നോക്കുന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കി ബ്രസയിലേക്ക് പോകുമോ അതോ മറ്റു മോഡൽസിലേക്ക് പോകുമോ എന്നുള്ളത് കമന്റ് ഡൗൺ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.